കനേഡിയൻ യൂണിവേഴ്സിറ്റികളിൽ പഠിക്കുന്ന വിദേശ വിദ്യാർത്ഥികളിൽ ഭൂരിഭാഗവും ഇന്ത്യൻ വിദ്യാർത്ഥികളാണ്. കാനഡയിലെ ഉയർന്ന നിലവാരമുള്ള യൂണിവേഴ്സിറ്റികളും കോളേജുകളും തന്നെയാണ് അതിനു കാരണം. കൂടാതെ എല്ലാവർക്കും താങ്ങാൻ കഴിയുന്ന ഫീസും പഠനത്തോടൊപ്പവും പഠനശേഷവും അവിടെ തന്നെ ജോലി ചെയ്യാമെന്നുള്ള ഉറപ്പുമാണ് പലരെയും കാനഡയിലേക്ക് ആകർഷിക്കുന്നത്. രാഷ്ട്രീയ മാറ്റങ്ങൾ പോലെ തന്നെ വിദ്യാർത്ഥികളുടെ ജോലിക്കാര്യത്തിലും കാനഡ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. കുടിയേറ്റം കുറയ്ക്കുന്നതിന്റെ ഭാഗമായി കൊണ്ടുവന്ന നിയമങ്ങൾ നിലനിൽക്കുമ്പോൾ തന്നെയാണ് PGWPയിലും കാനഡ മാറ്റം കൊണ്ടുവന്നിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തുവന്ന റിപ്പോർട്ടുകൾ പ്രകാരം കാനഡ പോസ്റ്റ് ഗ്രാജുവേറ്റ് വർക്ക് പെർമിറ്റ് നിയമങ്ങൾ പരിഷ്കരിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇത് കനേഡിയൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നും കോളേജുകളിൽ നിന്നും ബിരുദം നേടുന്ന അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് വർക്ക് പെർമിറ്റ് നേടുന്നത് വേഗത്തിലാക്കാൻ സഹായിക്കും. 2024 മുൻപ് കാനഡയിലെ കോളേജുകളിൽ നിന്നും ബിരുദം പൂർത്തിയാക്കിയ വിദ്യാർത്ഥികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് നേടുന്നതിന് കുറച്ച് മാനദണ്ഡങ്ങൾ പാലിക്കേണ്ടതുണ്ടായിരുന്നു. ഈ നിയമങ്ങൾ കോളേജുകൾക്ക് മാത്രമായിരുന്നു. യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് ബാധകമായിരുന്നില്ല. അന്താരാഷ്ട്ര വിദ്യാഭ്യാസം മികച്ച രീതിയിൽ നിയന്ത്രിക്കുന്നതിനുള്ള സർക്കാരിന്റെ ശ്രമത്തിന്റെ ഭാഗമായിരുന്നു ഇത്. എന്നാൽ നിലവിലുണ്ടായിരുന്ന നിയന്ത്രണങ്ങൾ കാനഡ നീക്കം ചെയ്തിരിക്കുന്നു എന്ന വാർത്തകളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതുകൊണ്ട് തന്നെ കനേഡിയൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ പൂർത്തിയാക്കുന്ന എല്ലാ വിദ്യാർത്ഥികൾക്കും ഈ പ്രോഗ്രാമിലേക്ക് അപേക്ഷിക്കാം. ഇത് പഠനശേഷം വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ ജോലി ചെയ്യാൻ അവസരമുണ്ടാക്കി കൊടുക്കും. ഈ നയമാറ്റം 1.04 ദശലക്ഷത്തിലധികം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് പ്രയോജനം ചെയ്യും. മുൻവർഷത്തേക്കാൾ 20% വർധനവുണ്ടാകുമെന്നാണ് വിലയിരുത്തലുകൾ. ഈ പ്രോഗ്രാം കനേഡിയൻ മന്ത്രാലയം അവതരിപ്പിച്ചിരിക്കുന്നത് കാനഡയിൽ പഠിക്കുന്ന എല്ലാ വിദേശ വിദ്യാർത്ഥികൾക്കും തുല്യ അവസരങ്ങൾ ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ്. ഇതിനായി വിദ്യാർത്ഥികൾ ഭാഷാ മാനദണ്ഡം പാലിക്കണമെന്ന് മാത്രമാണ് മന്ത്രാലയത്തിന്റെ ഭാഗത്തു നിന്നുള്ള ഏക നിബന്ധന. കോളേജ് ബിരുദധാരികൾക്ക് ബിരുദാനന്തര വർക്ക് പെർമിറ്റ് ലഭിക്കുന്നതിന് ഇനി മുതൽ പ്രത്യേക പഠന മേഖല ആവശ്യകതകൾ പാലിക്കേണ്ടതില്ലെന്നാണ് കനേഡിയൻ ബ്യൂറോ ഫോർ ഇന്റർനാഷണൽ എഡ്യൂക്കേഷൻ CEO അറിയിച്ചിരിക്കുന്നത്. ഈ മാറ്റം കനേഡിയൻ കോളേജുകൾക്ക് ഗുണം ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. അതുപോലെ കനേഡിയൻ യൂണിവേഴ്സിറ്റികളും കോളേജുകളും നിരവധി വിദേശ വിദ്യാർത്ഥികളെ ആകർഷിക്കുന്നുണ്ട്. ബിസിനസ് പോലുള്ള പ്രോഗ്രാമുകൾക്ക് കാനഡയിൽ വലിയ ഡിമാൻഡാണെന്നും അവർ വ്യക്തമാക്കി. കാനഡയിൽ പഠിക്കാൻ വരുന്ന 70% വിദേശ വിദ്യാർത്ഥികളും പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റിന് അപേക്ഷിക്കുന്നുണ്ട്. അതിൽ നിന്ന് മികച്ച വിദ്യാർത്ഥികളെ രാജ്യത്ത് പിടിച്ചു നിർത്താൻ കഴിഞ്ഞാൽ കാനഡയുടെ തൊഴിൽ മേഖലയെ വളർത്താൻ സാധിക്കുമെന്നും ഈ പ്രോഗ്രാം അന്താരാഷ്ട്ര വിദ്യാർത്ഥികൾക്ക് കാനഡയിൽ മികച്ച കരിയർ സൃഷ്ടിക്കാൻ സഹായിക്കുമെന്നുമാണ് വിദഗ്ധർ അവകാശപ്പെടുന്നത്. എന്താണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ്? ഇതിനെങ്ങനെയാണ് അപേക്ഷിക്കേണ്ടതെന്ന് നോക്കാം. കനേഡിയൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ബിരുദം നേടുന്നവർക്ക് കാനഡയിൽ തന്നെ ജോലി ചെയ്യാനും താമസിക്കാനും അനുവദിക്കുന്ന ഒരു പ്രോഗ്രാമാണ് പോസ്റ്റ് ഗ്രാജുവേഷൻ വർക്ക് പെർമിറ്റ്. ഇതിന്റെ ക്രൈറ്റീരിയ എന്താണെന്ന് നോക്കാം. അപേക്ഷകന് അംഗീകാരമുള്ള കനേഡിയൻ യൂണിവേഴ്സിറ്റികളിൽ നിന്നോ കോളേജുകളിൽ നിന്നോ ബിരുദമോ ബിരുദാനന്തര ബിരുദമോ ഉണ്ടായിരിക്കണം. ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഫ്രഞ്ച് ഭാഷാ പരിജ്ഞാനം ഉണ്ടായിരിക്കണം. യൂണിവേഴ്സിറ്റികളിൽ നിന്ന് ബാച്ചിലേഴ്സ്, മാസ്റ്റേഴ്സ്, ഡോക്ടറൽ പഠിച്ചവർക്ക് CLB 7 അല്ലെങ്കിൽ NCLC 7 ഉണ്ടായിരിക്കണം. കോളേജ് പ്രോഗ്രാം ബിരുദധാരികളാണെങ്കിൽ CLB 5 അല്ലെങ്കിൽ NCLC 5 ഉണ്ടായിരിക്കണം. 2024 നവംബർ 1 മുതൽ സമർപ്പിച്ചിരിക്കുന്ന PGWP അപേക്ഷകൾ പരിശോധിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും. 2024 നവംബർ 1 മുൻപ് പഠനം ആരംഭിച്ച വിദ്യാർത്ഥികളെ നിയന്ത്രണങ്ങളിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഫ്ലൈറ്റ് സ്കൂൾ ബിരുദധാരികൾ ഭാഷ അല്ലെങ്കിൽ ഫീൽഡ് നിയന്ത്രണങ്ങളിൽ തന്നെ PGWPക്ക് അർഹരാണെന്ന് തെളിയിക്കണം. 2024 മെയ് 15 ശേഷം കരിക്കുലം ലൈസൻസിംഗ് എഗ്രിമെന്റിന്റെ കീഴിലുള്ള പ്രോഗ്രാമുകൾ ചെയ്തവർക്ക് PGWPക്ക് അപേക്ഷിക്കാൻ കഴിയുകയില്ല. PGWPയുടെ കാലാവധി നിങ്ങൾ ചെയ്ത പ്രോഗ്രാമിനെ അടിസ്ഥാനമാക്കിയിരിക്കും.